ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മമ്മീസ് വ്ലോഗ്. സർസെയ്ത് സ്കൂൾ പാവർട്ടി അവിടെ നിന്നുള്ളൊരു യാത്രയാണ് കേട്ടത്. കുഞ്ഞു മക്കളെയും കൊണ്ടാണ് പോകുന്നത്, വേറെ എങ്ങോട്ടുമല്ല കേട്ടോ. ഇന്ന് തൃശ്ശൂർ സഹോദയ കിഡ്സ് ഫെസ്റ്റ് ആണ്. ഇത് നടക്കുന്നത് അമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മണ്ണൂർ വെച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് എല്ലാവരും. കുട്ടികളുടെ കൂടെ അവിടുത്തെ ടീച്ചേഴ്സും ഉണ്ട്, സാറും ഉണ്ട്. പിന്നെ തൊട്ട് പുറകെ തന്നെ ഞങ്ങളും അവരുടെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ എത്താൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിക്ക് എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും എത്തിയതിനു ശേഷമാണ് ലാസ്റ്റാണ് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. മോളുടെ ഉമ്മാക്ക് സുഖം ഉണ്ടായിരുന്നില്ല, പനിയായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തിരി വൈകി പോയത്. അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നാണ് ഞങ്ങൾ എത്താറുള്ളത്. ഇപ്പൊ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. 8 മണിക്കൊക്കെ പരിപാടി തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 3/4 മണിക്കൂർ യാത്രയെ അവിടെ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സ്കൂളിൽ നിന്ന് ഒരു 3/4 മണിക്കൂർ യാത്രയെ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ എത്തിയിട്ട് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. നല്ല പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്കൂളായിരുന്നു കേട്ടോ. വലിയൊരു സ്കൂളായിരുന്നു. അപ്പൊ നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ. അതിന്റെ സൈഡിൽ തന്നെ വലിയൊരു പാടൊക്കെ ഉണ്ട്. അപ്പൊ കുട്ടികൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. അവർക്ക് ഓരോരുത്തർക്കും ഓരോ റൂം കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇത് മോളാണ് കേട്ടാ. അവരുടെ കൂടെ ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സിന്റെ കയ്യിൽ ഡാൻസിന് വേണ്ട ഡ്രസ്സും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോഴാണ് അവരുടെ സ്കൂളിൽ മുമ്പ് ഉണ്ടായിരുന്ന ഒരു മാമിനെ കണ്ടു. അപ്പൊ അവരെ കണ്ടപ്പോ എല്ലാവർക്കും സന്തോഷമായി. അങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് നിന്നു കേട്ടാ. കറക്റ്റ് നെയിം എനിക്കറിയില്ല, മുനാ മാം എന്ന് ഇവരെല്ലാരും വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ മൂത്ത മോൾ ഉണ്ടാവുമ്പോ അവിടെ ഉണ്ടായിരുന്നു ആള്. അപ്പോ അവരൊക്കെ കണ്ട് സംസാരിച്ചതിന് ശേഷം പിന്നെ ക്ലാസ് റൂമിലേക്ക് പോവാണ്. ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് സർസെയ്ത് ഇംഗ്ലീഷ് സ്കൂളിന് കിട്ടിയിട്ടുള്ള റൂം. അപ്പോൾ ഭാഗ്യത്തിന് താഴെ തന്നെ കിട്ടിയിട്ടാ. അല്ലെങ്കിൽ മേലേക്ക് ഒക്കെ കയറിയിട്ടാണ് ഭയങ്കര പാടായിരുന്നു. എല്ലാ പ്രാവശ്യവും അങ്ങനെയാണ് കിട്ടാറ്. മേലെ കയറി ഇറങ്ങി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് ഭാഗ്യത്തിന് താഴെ തന്നെ കിട്ടിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്കുള്ള മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇനി തുടങ്ങണം. അപ്പൊ അതിന് മുമ്പായിട്ട് അവർക്ക് ഭക്ഷണങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെയല്ലോ മക്കൾ എത്തിയിട്ടുള്ളത്. അപ്പൊ അവർക്ക് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കണം ഇനി. അപ്പൊ അതിന്റെ തിരക്കിലായിരുന്നു. രാവിലെ അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷമാണ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഓരോരുത്തർക്ക് ടീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്, പേരൻസ് വന്നവർക്ക് പേരൻസ് കൊടുക്കുന്നുണ്ട്. ചെറിയ മക്കളല്ലേ, അപ്പൊ അവർക്ക് ടീച്ചേഴ്സും കൂടി ആന്റിമാരൊക്കെ കൂടിയിട്ടാണ് വാരി കൊടുക്കുന്നതൊക്കെ. അതിലിടക്ക് ഓരോ സ്കൂളിൽ നിന്നും കുട്ടികളെ കൊണ്ട് ടീച്ചേഴ്സ് വരുന്നുണ്ട് കേട്ടാ. ഇത് ഉച്ചക്കൽക്കുള്ള ഭക്ഷണമാണ് കേട്ടാ, അവിടെ തയ്യാറാക്കുന്നതാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളും സൈഡിൽ കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ പാടം. അപ്പൊ സ്കൂളിന്റെ സൈഡിൽ തന്നെയാണ് കേട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് കാറ്റാണ് അവിടെ നിന്ന് അടിക്കുന്നത്. എപ്പോഴും നല്ല തണുപ്പാണ് അവിടെ. അപ്പൊ അതുകൊണ്ട് നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനൊക്കെ. അപ്പൊ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിരുന്നു. പിന്നെ എടുത്തു പറയാനുള്ളത് അമൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾ നല്ലൊരു സഹകരണമുള്ള കുട്ടികളായിരുന്നു കേട്ടോ. എല്ലാത്തിനും മുന്നിൽ നിന്നിട്ട് തന്നെ എല്ലാവർക്കും വേണ്ട, ഏത് സ്കൂളിൽ നിന്ന് വന്നവർക്കായാലും എല്ലാത്തിനും മുന്നിൽ നിന്നിട്ട് തന്നെ ആ കുട്ടികൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ മാത്രമല്ല, ടീച്ചേഴ്സ് ആയാലും ആന്റിമാരായാലും എല്ലാവരും നല്ല സഹകരണത്തിലായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നത്, ബാത്റൂമൊക്കെ അടുത്തുള്ള ഒരു റൂം തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഭാഗ്യമായിരുന്നു. പിന്നെ കുട്ടികൾക്ക് ഡ്രസ്സ് മാറാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. സോങ് ആയാലും ഡാൻസ് ആയാലും എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ സ്കൂളിൽ നിന്ന് വന്നവരും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ടീച്ചേഴ്സ് എല്ലാം ബിസിയാണ് കേട്ടോ. എല്ലാവരെയും ഒരുക്കി കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അതിലിടക്ക് ആന്റിമാര് ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഹെന്ന ആയിഷ, ഞങ്ങളുടെ മോളാണ്. പക്ഷെ തനിയെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലോ വീഡിയോ എടുക്കാൻ വിളിച്ചാലോ ഒന്നും വരില്ല, ഭയങ്കര വെയിറ്റ് ആണ് കേട്ടാ. ഫ്രണ്ട്സിനായിട്ട് വിളിച്ചപ്പോ ആള് പെട്ടെന്ന് തന്നെ വന്നു നിന്നു. അവരായിട്ട് പെട്ടെന്ന് തന്നെ വന്നു നിന്ന ആള് കേട്ടാ. ഞാൻ തനിയെ ഫോട്ടോ എടുക്കാൻ വിളിച്ചാലൊന്നും വരില്ല ആള്. ഇതിലൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടാ, അത് ലാസ്റ്റ് പറയാം. ഇത് ഗ്രൂപ്പ് സോങ്ങിനാണ് കേട്ടോ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ മോളുടെ ഉമ്മയും കൂടിയിട്ട് അവരുടെ കൂട്ടത്തില് അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മോളുടെ പരിപാടി ലൈറ്റ് മ്യൂസിക്കും പിന്നെ ഗ്രൂപ്പ് ഡാൻസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് ഡാൻസ് ഉച്ചക്ക് ശേഷമായിരുന്നു. രാവിലെ ആയിരുന്നു ലൈറ്റ് മ്യൂസിക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. 10:30-ക്ക് ശേഷമാണ് ലൈറ്റ് മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നത്.
എല്ലാ ടീച്ചേഴ്സും കുട്ടികളും എല്ലാം ബിസിയാണ് കേട്ടാ. എല്ലാവരും മേക്കപ്പ് ചെയ്യുന്ന തിരക്കിലാണ്. മോൾക്ക് ലൈറ്റ് മ്യൂസിക് ആണ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആള് ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അവള് വരുമ്പോ ഇട്ട ഡ്രസ് ഇട്ടിട്ട് തന്നെയാണ് ആ പാട്ട് പാടുന്നത്. ഫ്രണ്ട്സിനായിട്ട് നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആക്ഷൻ സോങ്ങിനുള്ള കുട്ടികളാണ് കേട്ടാ. അങ്ങനെ ഇപ്പോ മോൾക്ക് ലൈറ്റ് മ്യൂസിക്കിനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു മേക്കപ്പ് ടച്ചപ്പ് കൊടുത്തിട്ട് കൊണ്ടുപോവാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുവിധം കുട്ടികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. രാവിലത്തെ കുറച്ച് പരിപാടിക്കുള്ള കുട്ടികളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ മോൾക്ക് ചെറുതായിട്ടൊരു മേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ കുട്ടികളെ ഓരോ ടീച്ചേഴ്സും അവരെ പരിപാടിക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ. ഈ മക്കളുടെ ഡ്രസ്സിങ്ങും മേക്കപ്പും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അവര് ഫോട്ടോഷൂട്ടിനായിട്ട് നിൽക്കുകയാണ്. മാത്രല്ല പിന്നെ അവര് ഒന്ന് റിഹേഴ്സൽ നടത്തി നോക്കുന്നുണ്ട്. പാട്ടൊക്കെ ഒന്ന് പാടി നോക്കുന്നുണ്ട് കേട്ടാ. അപ്പൊ ഞങ്ങള് ലൈറ്റ് മ്യൂസിക്കിനായിട്ട് ഞങ്ങള് വേറെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ലൈറ്റ് മ്യൂസിക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടാ. കുറച്ച് കുട്ടികളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. പേരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. മോൾക്ക് ലോട്ട് എടുത്തതിന് ശേഷം ചെസ് നമ്പർ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ലോട്ട് എടുത്തതിന് ശേഷം നോക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇപ്പൊ മോൾക്ക് ചെസ് നമ്പർ കിട്ടിയിട്ടില്ല, ലോട്ട് എടുത്തിട്ടുള്ളൂ. ചെസ് നമ്പർ കിട്ടാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ നിന്നപ്പോ ഞാൻ പുറത്തുള്ള ഒരു കുറച്ച് കാഴ്ചകളും കൂടി ഇതിൽ പകർത്തിയിട്ടുണ്ട് കേട്ടാ. പുറത്തുനിന്ന് കാണുമ്പോഴുള്ള ഒരു വ്യൂ ഉണ്ടല്ലോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു കമ്പി കാരണം ഒന്നും അത്ര കണ്ട് ഇതായി കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കേട്ടാ. ആ ഒരു പാടത്തിന്റെ ഭാഗവും പിന്നെ വണ്ടികളൊക്കെ കിടക്കുന്നതും ഒക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു മുകളിൽ നിന്ന് എടുക്കുമ്പോ. പുറത്തെ കാഴ്ചകളൊക്കെ പകർത്തിയതിന് ശേഷം പിന്നെ ഞാൻ ഉള്ളിലേക്ക് കയറിയിരുന്നു കേട്ടാ. അപ്പൊ കുറച്ചു നേരം കുട്ടികളുടെ പാട്ടൊക്കെ ഒന്ന് കേൾക്കാന്ന് വിചാരിച്ച്. അപ്പോഴേക്കും മോൾക്ക് ചെസ് നമ്പർ കിട്ടി. പക്ഷെ ആൾക്ക് ഭയങ്കര ഉറക്കം വരുന്നു. മേക്കപ്പ് ഒക്കെ ചെയ്താൽ പിന്നെ എപ്പോഴും ഉറക്കം വരും ആൾക്ക്. ഉറക്കം വരുന്നൊക്കെ പറയുന്നുണ്ട്. അതിലിടക്ക് ഒരു കുസൃതിയാണ് ഇട്ടത്. ഭയങ്കര രസമായിരുന്നു അവന്റെ ആ കുസൃതി കാണാനൊക്കെ. അങ്ങനെ മോളുടെ ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി വേറെ ഡ്രസ്സ് മാറണല്ലോ ഗ്രൂപ്പ് ഡാൻസിനുള്ള. അതിനുള്ള ഒരുക്കത്തിന് വേണ്ടി പോവാണ് കേട്ടാ. അപ്പൊ മറ്റു സ്റ്റേജിലൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ഒന്ന് പകർത്തിയതാണ്. പിന്നെ ഒരു സന്തോഷ വാർത്ത ഉള്ളതെന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞല്ലോ സർപ്രൈസ് ഉണ്ടെന്ന്. മോൾക്ക് ആ സോങ്ങിന് സെക്കൻഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ എപ്പോഴും ഗ്രേഡ് എ ഗ്രേഡ് ഒക്കെയാണ് കിട്ടാറ്. ഇത് സെക്കൻഡ് പ്രൈസ് കിട്ടിയപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. സ്കൂളിലേക്കും സന്തോഷമായിട്ടുണ്ട് കേട്ടാ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സും മാഷൊക്കെ വിളിച്ചിട്ട് മോൾക്ക് അഭിനന്ദനങ്ങൾ പറഞ്ഞിരുന്നു.
ഇത് ഇംഗ്ലീഷ് ആക്ഷൻ സോങ്ങിന്റെ ഒരു ട്രയല് ക്ലാസ്സിൽ വെച്ചിട്ട് തന്നെ നോക്കിയതാണ് കേട്ടാ. പിന്നെ കുട്ടികളെ പരിപാടിക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഓരോ പരിപാടി കഴിയുമ്പോഴും അവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാണ്, എന്തെങ്കിലും കുടിക്കണം എന്ന് വെച്ച് പുറത്തിറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ ഒക്കെ കണ്ടത്. ഇവിടെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുട്ടികളുടെ പാർക്ക് ഉണ്ട് കേട്ടാ. ഇത് കുട്ടികളുടെ പാർക്കാണ്. ഇവിടെ കുട്ടികളുണ്ട്, പാരന്റ്സ് ഉണ്ട്, പിന്നെ ട്രോഫികൾ ഇരിക്കുന്നുണ്ട്. അപ്പോ ഞാൻ ക്ലാസ്സിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ മറ്റു കുട്ടികൾക്കൊക്കെ ഡ്രസ്സിങ്ങും മേക്കപ്പും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മോളുടേത് പാട്ടിന് പോയതുകൊണ്ട് തന്നെ മോളുടേത് ഒന്നും തുടങ്ങിയിട്ടില്ല. ഇവരതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ മോളുടേത് ചെയ്യുന്നത്. അങ്ങനെ മോൾക്കും ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടാ, മേക്കപ്പ് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മാഷം തന്നെയായിരുന്നു കഴിഞ്ഞ തവണ മേക്കപ്പിന് ഉണ്ടായിരുന്നത് കേട്ടാ. രണ്ടാൾക്കും മേക്കപ്പിന് ഈ ഒരു മാഷം തന്നെയായിരുന്നു. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇതിലിടക്ക് സർസേത് സ്കൂളിലെ പ്രിൻസിപ്പള് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അമല സ്കൂളിലത്തെ പ്രിൻസിപ്പളിനെ ടീച്ചേഴ്സിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയം ഞങ്ങൾ നല്ലൊരു ടെൻഷനിലായിരുന്നു കേട്ടോ. മോളുടെ പാട്ട് 3 മിനിറ്റ് പാടുള്ളൂ, 5 മിനിറ്റ് പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അവിടെ ടീച്ചേഴ്സ് ഒക്കെ ഫുഡ് കഴിക്കുന്നുണ്ട്, കുട്ടികൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഫുഡ് കൊടുത്തതിന് ശേഷമാണ് മേക്കപ്പിനൊക്കെ ഇരുന്നിട്ടുള്ളത്. പരിപാടികൾ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് സ്കൂളിലെ ഡാൻസ് പഠിപ്പിക്കുന്ന ഇന്ദിര മാം. ഇപ്പൊ മോളുടെ മേക്കപ്പ് ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മുടി കെട്ടണം, വേറെ പണികളൊന്നുമില്ല. മുടി കെട്ടണം, ഓർണമെന്റ്സ് ഒക്കെ ഇടണം, അത്രേ ഉള്ളൂ കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാവരും ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ എല്ലാവരുടെ മേക്കപ്പും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലങ്കൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ ഡാൻസ് കളിക്കാനായിട്ട് കൊണ്ടുപോവാണ്. എല്ലാവരുടെ മേക്കപ്പും കഴിഞ്ഞപ്പോ പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ വെച്ചിട്ട് ഫോട്ടോസ് ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഡാൻസ് കളിക്കാനായിട്ട് കൊണ്ടുപോയത്. അപ്പൊ ഡാൻസിന് കയറും മുമ്പ് അവിടെ വെച്ചിട്ട് ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടല്ലോ. അവിടെ വെച്ചിട്ട് കുട്ടികളെല്ലാവരും നിർത്തി ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
എല്ലാ കുട്ടികളും നല്ല എനർജറ്റിക് ആണ് ട്ടോ. എല്ലാ സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളും അതെ നല്ല എനർജറ്റിക് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. നന്നായിട്ട് തന്നെ എല്ലാവരും കളിച്ചിട്ടുണ്ട്. നല്ല മേക്കപ്പ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഡ്രസ്സിങ്ങും മേക്കപ്പ് ഒക്കെ അടിപൊളിയായിരുന്നു. ഡാൻസ് കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ പകർത്തിയിട്ടുണ്ട്. പ്രേമാക്ഷരം ഇതു ഞങ്ങൾ കിളികുലത്തിൻ പ്രണയം പ്രണയം മഴകിൽ ചേരുമൊരു മഹിഷമേറുമൊരു ദൈവം പെരുമ്പുത്തരകിലും മാവടങ്ങാട്ടും ഉണ്ണിയായ അവരും അങ്ങനെ അവരുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ റൂമിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ചില പേരൻസ് ഒക്കെ കുട്ടികളെ കൊണ്ടുപോയി. അപ്പോൾ അവർക്ക് വേണ്ട ചായയും സ്നാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി നിന്നതാണ്. അപ്പൊ ഇത്ര ഉള്ളോട്ടാ. എല്ലാ പരിപാടികളും അടിപൊളിയായിരുന്നു. എല്ലാ സ്കൂളിൽ നിന്ന് വന്ന മക്കളുടെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല എനർജറ്റിക് ആയിരുന്നു. ഇതുപോലുള്ള വേദികളൊക്കെ കിട്ടാന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പൊ മക്കൾ എല്ലാ വർഷവും ഇതുപോലെ പങ്കെടുക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ നല്ല പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടാത്ത ഭാഗ്യം മക്കൾക്ക് കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ മക്കളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ മോള് സ്കൂൾ ബസ്സിലാണ് ആദ്യം വന്നത്. പോകുമ്പോ ഞങ്ങളെ കൂടെയാണ് തിരിച്ചു വരുന്നത്. അപ്പൊ പോകാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ പോകും വഴി കുറച്ചു നേരം പോണ വഴി വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടാ. കുറച്ചു പേരൊക്കെ പോയി. ഇപ്പൊ തിരക്കൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്